भाषाओं का हम ताली बजाते हुए स्वागत करें। Praise the Lord. Praise the Lord, praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. इस सुंदर समय के लिए मैं परमेश्वर का तहे दिल से धन्यवाद देता हूँ। പാസ്റ്റർ സാം ജോർജിനോട് ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം എനിക്കൊരു അവസരം കൂടെ ലഭിച്ചത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതിനായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുക. और बीते दिनों में परमेश्वर के दासों के साथ सेवा करने का जो अनुग्रह मौका परमेश्वर ने मुझे दिया, उसके लिए मैं परमेश्वर का धन्यवाद देता हूँ। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് പർവ്വത പ്രസംഗത്തിൽ നിന്നാണ്, സെർമൺ ഓൺ ദ മൗണ്ടിൽ നിന്നാണ്. और बीते दिनों में हम पहाड़ी उपदेश में से कुछ बातों को सीख रहे थे। അനേക കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞു. कई सारी बातें हमने पहाड़ी उपदेश में से ग्रहण करी। ഒരു യഥാർത്ഥ ദൈവ പൈതൽ എങ്ങനെയായിരിക്കണമെന്നും കർത്താവിന്റെ ശിഷ്യനായി തീർന്നാൽ നമ്മളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്താണെന്നും അതിലൂടെ നമുക്ക് മനസ്സിലായി. और एक परमेश्वर का बेटा या परमेश्वर के पुत्र पुत्रियों को किस प्रकार होना चाहिए और उनमें किस प्रकार के विशेषताएं होनी चाहिए, इसके बारे में हमने देखा। സഹോദര സഹോദരി, നമ്മൾ ദൈവ മക്കളാണെന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ കണ്ണുകൾ നമ്മുടെ മേലുണ്ട്, ലോകത്തിന്റെ കണ്ണുകളും നമ്മുടെ മേലുണ്ട്. प्रियो, मेरे भाइयों और बहनों, हम परमेश्वर के बच्चे होने के नाते परमेश्वर की आंखें हमारे ऊपर है और उसी वक्त इस संसार की भी आंखें हमारे ऊपर लगी है। പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. और कई बार जब हम अपने बारे में सोचते हैं तो हम ज्यादा इस बात पर गौर करते हैं कि संसार, हमारे चारों तरफ के लोग हमारे विषय में क्या कहते हैं। അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കിയാൽ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കുറച്ചുകൂടെ ഇംപ്രസ്ഡ് ആകുവാൻ തക്കവണ്ണം, നമുക്ക് നല്ല പേരുണ്ടാക്കുവാൻ തക്കവണ്ണം നമ്മളാലാവത് മറ്റുള്ളവരുടെ മുമ്പിലുള്ള അപ്പിയറൻസിൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് നോക്കും. और उसके कारण ऐसा होता है कि हम उस व्यक्ति को या फिर संसार को उनकी नजर में बेहतर होने की कोशिश करते हैं, उनकी नजर में अच्छा बनने का प्रयास करते हैं। അത് നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ്. और ये कोई हम अकेले, हम मसीही लोग ही नहीं करते, सारे संसार के लोग इस प्रकार के प्रयास में लगे रहते हैं। പക്ഷെ കർത്താവിങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വരേണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ലോകം എന്നെ കാണുന്നത് എങ്ങനെ എന്നുള്ളതല്ല വിഷയം, എന്റെ കർത്താവ് എന്നെ കാണുന്നത് എങ്ങനെയാണ്, അതാണ് എന്റെ വിഷയം. लेकिन बड़ी बात यह है और हमारा जो विषय है वो ये है कि परमेश्वर मुझे और आपको किस प्रकार देखता है, ना कि संसार हमें किस प्रकार देखता है। കർത്താവിന്റെ മുമ്പിൽ ഞാൻ വിശ്വസ്തനായി നിന്നാൽ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവനായി ഞാൻ ജീവിച്ചാൽ, ഓട്ടോമാറ്റിക്കലി ഞാൻ ലോകത്തിന്റെ മുമ്പിൽ നല്ലവനായി തന്നെ തീരും. यदि मैं परमेश्वर के सामने एक बेहतर व्यक्ति के तौर पर अपने जीवन को बिताता हूँ तो बाहरी लोगों के सामने भी मेरा जीवन बेहतर होता चला जाएगा। കർത്താവ് പറഞ്ഞു, ഒരു പാത്രത്തിന്റെ അകം വൃത്തിയായി കഴിഞ്ഞാൽ, വെസലിന്റെ അകം വൃത്തിയായി കഴിഞ്ഞാൽ പുറം ഓട്ടോമാറ്റിക്കലി വൃത്തിയായി തീരും. यीशु मसीह ने कहा कि यदि एक बर्तन, उसके भीतर का भाग, उसके अंदर का भाग यदि पवित्र है, शुद्ध है, तो बाहर का भी अब स्वतः ही पवित्र हो जाएगा। കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്, മത്തായിയുടെ സുവിശേഷം. और बीते दिनों में हमने 5 के 9वें वचन में से हमने देखा, അവിടെ നമ്മൾ വായിച്ചു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. यहाँ पर हमने पढ़ा, धन्य है वे जो मेल कराने वाले हैं, क्योंकि वे परमेश्वर के पुत्र कहलाएंगे। നമ്മളിൽ എത്ര പേര് ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? हम में से कितने लोग परमेश्वर के पुत्र कहलाना चाहते हैं? അത് ലോകം മാത്രമല്ല നമ്മളെ വിളിക്കേണ്ടത്, സ്വർഗത്തിലെ ദൈവവും നമ്മളെ വിളിക്കണം, ഇതെന്റെ മകനാണ്, ഇതെന്റെ മകളാണെന്ന്. इस संसार में के लोग ही हमें इस प्रकार नहीं पुकारे कि ये मेरे पुत्र हैं, परमेश्वर हमारे बारे में ऐसा कहे कि ये मेरा पुत्र है, ये मेरी पुत्री है। ഇവിടെ പറഞ്ഞിരിക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത്.
यहाँ पर वचन में हम देखते हैं मेल कराने वाले परमेश्वर के पुत्र और पुत्री कहलाई जाते हैं। സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ 3 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. मेल के विषय में 3 बातों को हमने बीते सप्ताह में देखा। ഒന്ന് പീസ് ബ്രേക്കേഴ്സ്, 2 പീസ് ഫേക്കേഴ്സ്, 3 പീസ് മേക്കേഴ്സ്, 1 പീസ് ബ്രേക്കർ. और 3 जो मेल के विषय में हमने बातें देखी। पहला है शांति को तोड़ने वाला, രണ്ടാമത് പീസ് ഫേക്കേഴ്സ്, ഇല്ലാത്ത സമാധാനം ഉണ്ടെന്ന് കാണിക്കുന്നവർ. और जो दूसरे प्रकार का जो पीस है शांति है, वो ढोंग करने वाले, शांति का ढोंग करने वाले। മൂന്നാമത് നമ്മൾ പറഞ്ഞത് പീസ് മേക്കേഴ്സ്, അതായത് യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ. और तीसरे प्रकार के लोग शांति को बनाए रखने वाले, मेल करवाने वाले। അതിൽ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുക. और इसके पहले बिंदु को हमने बीते सप्ताह में देखा था, दूसरे बिंदु को आज हम देखने जा रहे हैं। ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സമാധാനമില്ലാത്തിടത്ത് സമാധാനമുണ്ട് എന്ന് അഭിനയിക്കുന്നവർ. आज हम इस विषय पर बात करेंगे, जहां पर शांति नहीं है वहां पर शांति का ढोंग किया जाने वाले लोग। നമ്മുടെ ഹൃദയത്തിൽ സമാധാനമില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, നമ്മുടെ സഭയിൽ സമാധാനമില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയണം എനിക്ക് സമാധാനമില്ല എന്ന്. यदि हमारे घर में शांति नहीं है, यदि हमारे कलीसिया में, हमारे परिवार में शांति नहीं है, तो हमें साफ साफ परमेश्वर से कहना है कि मुझे मेरे जीवन में शांति नहीं है। സഹോദര സഹോദരി, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരിടത്തും സമാധാനം കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. मेरे प्रियो, यदि हमारे अंदर, हमारे घर में, हमारे जीवन में परमेश्वर की शांति नहीं है, तो जहां पर भी हम जाते हैं वहां पर हम मेल को ले जा नहीं पाएंगे। അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ആദ്യമായി ഞാൻ സമാധാനം ഉണ്ടാക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിരിക്കണം. और इसलिए ये महत्वपूर्ण हो जाता है कि यदि हम मानते हैं कि हम मेल कराने वाले लोग हैं, शांति को ले जाने वाले लोग हैं, तो हम में शांति होनी चाहिए। നമുക്ക് സമാധാനം തരുവാൻ തക്കവണ്ണം കർത്താവിന് മാത്രമേ കഴിയൂ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. और हमें शांति केवल परमेश्वर ही दे सकता है। प्रभु यीशु मसीह ने कहा, मैं तुम्हें शांति दिए जाता हूँ, और ये जो शांति है वो संसार की शांति से भिन्न है, अलग है। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ദൈവത്തെ നമ്മുടെ മുൻപാകെ ഒന്നാമതായി വെക്കുകയാണെങ്കിൽ, അത് മാത്രമല്ല ഈ ലോക ജീവിതം ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സമാധാനം കടന്നു വരും. बीते दिनों में हमने देखा था, यदि हम परमेश्वर को अपने जीवन में प्रथम स्थान देते हैं और इस तथ्य को जान जाते हैं कि हमारा जीवन क्षण भंगुर है, समय भर का है, तो हम अपने जीवन में परमेश्वर की शांति को देखने पाते हैं। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ ലോക ജീവിതം വളരെ വലുതാണെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി ഓടി അധ്വാനിച്ച് നമ്മുടെ സമാധാനം ഇല്ലാതെ പോകുന്നത്. और हमारे जीवन में अशांति होने का कारण ये है कि हम इस संसार में लिप्त हो जाते हैं, संसार में की बातों में लिप्त हो जाते हैं। ഈ ലോക ജീവിതത്തിന് പ്രാധാന്യം അധികം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് മത്സരിച്ച് വഴക്കിട്ട് നമ്മൾ പലതും നേടുവാനായിട്ട് ശ്രമിക്കുന്നത്. और इस सांसारिक जीवन को जब हम प्राथमिकता देने लगते हैं, तो हम और जो व्यक्ति है हमारे चारों ओर के लोगों से एक दौड़ में दौड़ में लग जाते हैं, उनके साथ झगड़ा, लड़ाई में लग जाते हैं। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ജീവിതത്തിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് വളരെ കുറവാണെന്ന് തിരിച്ചറിഞ്ഞ് സർവശക്തനായ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വചനപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്കാണ് കർത്താവ് വാഗ്ദത്തം ചെയ്ത സമാധാനം കിട്ടുക. और इसीलिए मैंने बताया था कि यदि हम इस सच्चाई को जान जाते हैं कि हमारा जीवन पल भर का है, और इस बात को समझते हुए परमेश्वर के सामने अपने जीवन को समर्पित कर देते हैं, तो हमारे जीवन में परमेश्वर की शांति प्रकट होती है। ആ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ
സമാധാനമില്ലാത്ത മറ്റുള്ളവരുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെന്ന് ഈ സമാധാനത്തെക്കുറിച്ച് അവർക്ക് അറിവ് കൊടുക്കണം, ബോധ്യം വരുത്തണം. और जब वो शांति मेरे और आपके जीवन में आती है, तो हम जहां पर भी जाते हैं, हम इस मेल को, इस शांति को लेकर जाते हैं। റോമ ലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 18, അവിടെ പറയുന്നു, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ. रोमियो 12 के 18 में इस प्रकार वचन कहता है, जहां तक हो सके तुम भरसक सब मनुष्यों के साथ मेल मिलाप रखो। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചില സംശയങ്ങളുണ്ട് മറ്റു ചില വാക്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. और मेरे प्रियो, जब हम इन वचनों को पढ़ते हैं तो कई ऐसे वाक्य भी हमारे सामने आते हैं जो हमें असमंजस में डाल देते हैं। കർത്താവ് നമ്മളോട് പറഞ്ഞു, നമ്മളാൽ കഴിവുള്ളിടത്തോളം മറ്റുള്ളവർക്ക് സമാധാനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. परमेश्वर हमसे कहता है, जहां तक हो सके हमें दूसरों को शांति देना चाहिए। നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ, ദൈവവചനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ മറ്റനേകരുടെ സമാധാനം ഇല്ലാതാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. हमने देखा है कि जब हम परमेश्वर के वचन के लिए खड़े होते हैं तो कई ऐसे लोग हैं जो अशांत हो जाते हैं। കാരണം ഒരു ഭവനത്തിൽ ഏതെങ്കിലും മറ്റു മതത്തിലുള്ളവര്, മറ്റു വിശ്വാസത്തിലുള്ള ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അറിയാതെ തന്നെ ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ കടന്നു വരും, ഭിന്നത കടന്നു വരും. यदि एक ऐसे परिवार में जहां पर जो प्रभु यीशु मसीह के अनुयायी नहीं है, एक व्यक्ति मसीह को मान लेता है, तो स्वतः ही हम देखते हैं कि एक अशांति का माहौल उस परिवार में पैदा होता है। അപ്പോൾ ഈ വാക്യം കേൾക്കുന്ന ഒരാൾ ചിന്തിക്കുകയാണെന്ന് വെച്ചോ, എന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, എന്റെ അപ്പനും അമ്മയ്ക്കും സ്വസ്ഥത കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ മശിഹായെ അറിയാതിരിക്കുന്നതല്ലേ നല്ലത്? और ऐसा व्यक्ति ऐसा भी सोच सकता है कि काश मैं प्रभु यीशु को जानता ही नहीं, तो शायद मेरे परिवार में शांति बनी रहती। നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാകാം. यूहन्ना 2 दूसरे अध्याय में हम एक घटना को देखते हैं। അവിടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വിൽക്കുന്നവരും വാങ്ങുന്നവരുമായിട്ടുള്ള അനേകരെ അവിടെ കണ്ടു. ഒരു ബിസിനസ് സെന്റർ ആയിട്ട് ആലയം തീർന്നതായിട്ട് കർത്താവ് കണ്ടു. वहां पर जब प्रभु यीशु एक आराधनालय में जाते हैं तो वहां पर लोगों को आते जाते और धंधा करते हुए लोगों को देखते हैं। നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? അവിടെ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് കണ്ടിട്ട് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തത്. അവിടുന്ന് ഒരു ചാട്ടവാർ ഉണ്ടാക്കി, കയറുകൊണ്ട് ഒരു ചാട്ടവാർ ഉണ്ടാക്കിയിട്ട് അവരെ അടിച്ച് പുറത്താക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. और वहां पर प्रभु क्या करते हैं? प्रभु उस माहौल को अशांत करने के लिए, फूट डालने के लिए प्रभु यीशु मसीह फिर से चले नहीं जाते, बल्कि प्रभु यीशु मसीह एक कोड़े को लेते हैं और उस कोड़े से ताबूक से उन लोगों को जो वहां पर व्यापार कर रहे हैं भगाते हैं। അവിടെ യേശുവിനെ നമ്മൾ കാണുന്നത് സമാധാനം ഉണ്ടാക്കുന്നവനായിട്ടല്ല കാണുന്നത്, പിന്നെയോ അസമാധാനത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സിനെ ഇല്ലാതാക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. और वहां पर हम एक ऐसे यीशु को देखते हैं जो शांत एक माहौल को, एक शांत से चल रहे एक व्यापार को मानो अशांत कर देता है, वहां पर सब कुछ गड़बड़ी कर देता। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുന്നത് ഉചിതമായിരിക്കും. यूहन्ना दूसरे अध्याय में हम इन आयतों को देखते हैं। 16-17 वाक्यങ്ങൾ, 16 and 17. और कबूतर बेचने वालों से कहा, इन्हें यहाँ से ले जाओ, मेरे पिता के घर को व्यापार का घर मत बनाओ। तब उसके चेलों को स्मरण आया कि लिखा है, तेरे घर की धुन मुझे खा जाएगी। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ വിഷയവുമായി വരുമ്പോൾ, ദൈവഹിതമല്ലാത്തതും നമ്മുടെ ചുറ്റുപാടും കാണുമ്പോൾ, ദൈവത്തെ വേദനിപ്പിക്കുന്നതായ വിഷയങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ, അവിടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള എരിവുണ്ടാവണം. मेरे प्रिय भाइयों बहनों, जब भी हम परमेश्वर के कार्य को होते देखते हैं, जब भी हम अन्याय को पनपते देखते हैं, जब भी हम
परमेश्वर के कार्य के विरुद्ध में कुछ बातों को देखते हैं, तो उसके लिए हमारे अंदर एक प्रकार की जलन होनी चाहिए। സത്യദൈവത്തെ മറന്നിട്ട് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിൽ നോക്കുമ്പോൾ, സത്യദൈവത്തെ മറന്ന് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വിഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ, അറിവില്ലായ്മയുടെ മധ്യത്തിൽ ജനം നശിച്ചു പോകുന്നത് കാണുമ്പോൾ, നിത്യ നരകത്തിന്റെ പാതയിലേക്ക് പോകുന്നത് കാണുമ്പോൾ, അവിടെ സമാധാനം അവലംബിച്ചുകൊണ്ടല്ല നമ്മൾ നിൽക്കേണ്ടത്. ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ എരിവുള്ളവരായി മാറണം. और जब हम अपने चारों ओर देखते हैं, ऐसे लोगों को देखते हैं जो मूर्तियों की आराधना करते हैं, इस संसार में की वस्तुओं से प्रेम रखते हैं और संसार में लिप्त रहते हैं, तो ऐसे लोगों के प्रति हमारे अंदर एक मसीही, एक पवित्र जलन होनी चाहिए। അതുപോലെ തന്നെ കർത്താവിന്റെ സുവിശേഷം എടുത്ത് അതിനെ വികലമായി, അതിനെ റോങ് ആയി ഇന്റർപ്രറ്റ് ചെയ്ത് ലോകത്തിലെ ലാഭത്തിനു വേണ്ടി ചില വ്യക്തികൾ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോഡ്ലി ഇൻഡിഗ്നേഷൻ, അല്ലെങ്കിൽ ഒരു ദൈവത്തിനു വേണ്ടി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ക്രോധം ഉണ്ടാവണം. और ऐसे ही जब हम देखते हैं कि परमेश्वर के वचन का सही तरीके से प्रचार नहीं हो रहा या फिर उसको उलट-पुलट किया जा रहा है, तो ऐसे में एक परमेश्वरीय एक जलन हमारे अंदर होना चाहिए। സഹോദരങ്ങളെ, ഞാനിത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കേട്ട വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും എന്ന്. और मैं ये सब इसलिए कह रहा हूँ क्योंकि वचन जो हमने पढ़ा है उसमें हम देखते हैं शांति बनाने वाले, मेल कराने वाले धन्य हैं, क्योंकि वे परमेश्वर के पुत्र कहलाएंगे। ഞാൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരിടത്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഒരിടത്ത് വിഷയങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഈ വാക്യപ്രകാരം ഞാൻ മിണ്ടാതിരിക്കുന്നതല്ലേ ഉചിതമെന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു പോയേക്കാം. तब कई बार सवाल उठता है कि यदि एक ऐसे वातावरण में जहाँ पर सब ठीक चल रहा है और मैं परमेश्वर के वचन को बताता हूँ और उससे चीजें गड़बड़ हो जाती हैं, तो ऐसे में मेरा शांत रहना या चुप रहना ही क्या भला नहीं है? ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സമാധാനമില്ലാത്തിടത്ത് സമാധാനമുണ്ടെന്ന് അഭിനയിക്കുന്നവർ. और इसी के विषय में मैंने पहले कहा कि जहाँ पर शांति नहीं है, मेल नहीं है, वहां पर एक मेल का या शांति का ढोंग करना। നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തെറ്റുകൾ നമ്മൾ കാണുന്നു, ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുന്നു, ദൈവത്തിനെതിരെ ജീവിക്കുന്നവരെ കാണുന്നു. പക്ഷെ അവർക്ക് സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി അവർക്കെതിരെ നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സമാധാനം അഭിനയിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. जब हम अपने चारों तरफ लोगों को परमेश्वर के विरोध में कार्य करते देखते हैं, लेकिन उनकी शांति को भंग ना करें, इसलिए कई बार हम शांति का ढोंग करते हैं, मेल होने का एक ढोंग करते हैं। ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വാക്യം കാണിച്ചു തരാം. ദൈവത്തിന്റെ ദാസൻ അതൊന്ന് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. एक और आयत हम पढ़ेंगे, मत्ती रचित सुसमाचार 10 का 10 verses From 32. From? Verse 32 to 39. फ्रॉम 30 से, मत्ती रचित सुसमाचार उसके 10वें अध्याय का 30 से 39 तक हम पढ़ेंगे। तुम्हारे सिर के बाल भी सब गिने हुए हैं, इसलिए डरो नहीं, तुम बहुत गौरैयों से बढ़कर। जो कोई मनुष्य के सामने मुझे मान लेगा, उसे मैं भी अपने स्वर्गीय पिता के सामने मान लूंगा। पर जो कोई मनुष्य के सामने मेरा इनकार करेगा, उससे मैं भी अपने स्वर्गीय पिता के सामने इनकार करूंगा। यह न समझो कि मैं पृथ्वी पर मिलाप कराने आया, मैं मिलाप कराने नहीं पर तलवार चलवाने आया। मैं तो आया हूँ कि मनुष्य को उसके पिता से और बेटी को उसके माँ से और बहू को उसकी सास से अलग करूं। मनुष्य के बैरी उसके घर ही के लोग होंगे। जो माता या पिता को मुझसे अधिक प्रिय जानता है, वह मेरे योग्य नहीं, और जो बेटा या बेटी को मुझसे अधिक प्रिय जानता है, वह मेरे योग्य नहीं। और जो अपना क्रूस लेकर मेरे पीछे न चले, वह मेरे योग्य नहीं। जो अपने प्राण बचाता है, वह उसे खोएगा, और जो कोई मेरे कारण अपना प्राण खोता है, वह उससे पाए। ആമേൻ. ഈ വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടുവോ? इन वचनों को हम ध्यान से पढ़ें।
വേഴ്സ് 34 34-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 34 में इस प्रकार लिखा है, यह न समझो कि मैं पृथ्वी पर मिलाप कराने आया, मैं मिलाप कराने नहीं पर तलवार चलवाने आया। ഈ വാക്യം അനേകർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. कई बार इस आयत को गलत तरीके से पेश किया जाता है। ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? താഴേക്ക് വായിച്ചപ്പോൾ മനസ്സിലായി, കർത്താവിനേക്കാൾ അധികം നമ്മൾ അപ്പനെയോ അമ്മയെയോ മക്കളെയോ സഹോദരിമാരെയോ സഹോദരന്മാരെയോ മറ്റെന്തിനെയെങ്കിലും സ്നേഹിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. और इसका अर्थ क्या है, हम नीचे की आयतों से पता कर सकते हैं कि प्रभु परमेश्वर को ये बिल्कुल पसंद नहीं है कि हम अपने पिता को, अपने बेटे को, अपनी बेटी को, माँ को या संसार में के रिश्तों को उस खुदा से बढ़कर माने। അവിടുന്ന് സാക്ഷാൽ പ്രഭുവാണ്, അവിടുന്ന് കർത്താവാണ്. കർത്താവാകുന്നു എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ അവിടുത്തെ ദാസന്മാര് മാത്രമാണ്. ഈ കർത്താവിനെ ജീവിതത്തിൽ ഒന്നാമതായി നമ്മൾ വെക്കണം. और यदि हम कहते हैं कि वो हमारा प्रभु है, तो हम ये बात भी मानते हैं कि हम परमेश्वर के दास हैं, और दास होने के नाते, सेवक होने के नाते प्रभु परमेश्वर को पहली प्राथमिकता हमें अपने जीवन में देनी होती है। കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മറ്റുള്ളവർക്കോ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മുടെ ജീവിതത്തിൽ ദൈവങ്ങളായി മാറും, അവർ നമ്മുടെ ജീവിതത്തിൽ പ്രഭുക്കളായി മാറും. നമ്മൾ കർത്താവിന്റെ സ്ഥാനത്തെ പുറത്തേക്ക് തള്ളുകയാണ്. और वो पहला स्थान जो कि परमेश्वर का है, यदि हम इस संसार में के रिश्तों को देते हैं, तो हम क्या करते हैं, इन संसार में के रिश्तों को हम अपने परमेश्वर मानते हैं और अपना परमेश्वर करके उनको उनको मान लेते हैं। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 36-ാമത്തെ വാക്യം വേഴ്സ് 36, മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. और 36 में इस प्रकार लिखा है, मनुष्य के बैरी उसके घर ही के लोग होंगे। കാരണം എന്തെന്ന് ചോദിച്ചാൽ വേഴ്സ് 35-ൽ പറയുന്നു, മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും ഭേദിപ്പിക്കുവാൻ അത്ര ഞാൻ വന്നത്. उसके पीछे कारण ये है, 35 में, मनुष्य को उसके पिता से और बेटी को उसकी माँ से और बहू को उसकी सास से अलग कर दूं। കാരണം എന്തെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും ഈ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. നിങ്ങൾ കർത്താവിന്റെ സുവിശേഷം കേട്ടപ്പോൾ, ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ ശത്രുവായി മാറിയില്ലേ? അമ്മയുടെ ശത്രുവായി മാറിയില്ലേ? സഹോദരി, നീ നിന്റെ അമ്മയുടെ ശത്രുവായി മാറിയില്ലേ? അമ്മായിയമ്മയുടെ ശത്രുവായി മാറിയില്ലേ? നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ സമാധാനത്തിന് പകരം വാള് കടന്നു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? और इसका कारण हम सब जानते हैं, क्योंकि हम सब ने अपने जीवन में इसको साक्षात अनुभव किया है। जब हमने मसीह यीशु को पाया, जब हम प्रभु यीशु मसीह के चेले शिष्य बने, तब हमारे ही परिवार के लोग, हमारे माता पिता, हमारे जो सगे संबंधी हमारे विरुद्ध में खड़े हो गए। സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പനോ അമ്മയോ തെറ്റായ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ, തെറ്റായ വഴിയിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ, കർത്താവിനെ തള്ളി പറയുവാനുള്ള ഉപദേശങ്ങൾ പറയുമ്പോൾ, അവര് പറയുന്നത് കേട്ട് സമാധാനം വരുത്തുവാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് അപ്പനേക്കാൾ അമ്മയേക്കാൾ എല്ലാവരെക്കാളും അധികമായി കർത്താവിനെ നമ്മൾ സ്നേഹിക്കുക ചെയ്യേണ്ടത്. और ऐसी हालात में, ऐसे वक्त में मुझे और आपको क्या करना है? अपने अपने सगे लोगों को, अपने माँ बाप को, अपने प्रिय लोगों को प्रसन्न ना करते हुए हमें परमेश्वर से लिपटे रहना है, परमेश्वर को प्रसन्न करना है, प्रभु यीशु मसीह को प्रसन्न करना है। 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 37 വേഴ്സ് 37, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. और 37वें वचन में इस प्रकार लिखा है, जो माता या पिता को मुझसे अधिक प्रिय जानता है वह मेरे योग्य नहीं, जो बेटा या बेटी को मुझसे अधिक प्रिय जानता है वह मेरे योग्य नहीं। അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ സ്ഥാനം കർത്താവിന് കൊടുക്കുമ്പോൾ അവിടെ അസമാധാനവും അശാന്തിയുമാണ് വരുന്നതെങ്കിൽ തന്നെയും കർത്താവിന്റെ നാമത്തിനു വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരും. मेरे प्रियो, जब हम परमेश्वर को पहला स्थान देते हैं, उसको जो प्राथमिकता मिलनी चाहिए वो प्राथमिकता अपने जीवन में उसे देते हैं, तो चाहे इस संसार में के रिश्ते हमसे दूर भी हो जाए तो भी हमें गम नहीं। हमें परमेश्वर के पीछे, परमेश्वर के कार्य को करते रहना है। വേഴ്സ് 38-ൽ
വാക്യം 38-ാമത്തെ വാക്യത്തിൽ 38-ൽ പറയുന്നു, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. और 38 में इस प्रकार लिखा है, और जो अपना क्रूस लेकर मेरे पीछे न चले वह मेरे योग्य नहीं। യേശു കർത്താവിന്റെ പിന്നാലെ വരുന്നവരെല്ലാവരും ഒരു ക്രൂശ് എടുക്കേണ്ടതായിട്ടുണ്ട്. हर एक व्यक्ति जो प्रभु यीशु मसीह के पीछे चल रहा है, उसके पास एक क्रूस है, उसको एक क्रूस उठाना है। ആ ക്രൂശ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ക്രൂശ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടുമുള്ള രണ്ട് പ്ലാങ്കുകളാണ്. അതായത് നെടുകയും കുറുകയും ഇരിക്കുന്ന രണ്ട് പലകകളാണ് കുരിശ് എന്ന് പറയുന്നത്. क्रूस का अर्थ क्या है? क्रूस दो लकड़ी के दो भाग हैं, और इस तरीके से क्रूस के शेप में हमारे सामने है। അതിന്റെ ആത്മീക അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, എന്റെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടം കണ്ണിക്കുന്നതാണ് ക്രൂശ്. और उसका आत्मिक अर्थ ये है कि मेरी इच्छा को परमेश्वर की इच्छा क्या करती है? वार करती है, उसे हटाती है। എന്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നതാണ് കുരിശ്. इस क्रूस का अर्थ है कि मेरी इच्छा को हटाते हुए परमेश्वर की इच्छा मैं अपने जीवन में पूरी होने देता हूँ। ഗദസമന തോട്ടത്തിൽ വെച്ച് യേശു കർത്താവ് തൻ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേ രാത്രി പ്രാർത്ഥിച്ചു, പിതാവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നു. അതാണ് അവൻ ക്രൂശ് എടുക്കുന്നതിന്റെ തെളിവ്. और गतसमनी बाग में हम देखते हैं प्रभु यीशु जब ये प्रार्थना करता है कि मेरी इच्छा नहीं परमेश्वर, तेरी इच्छा मेरे जीवन में पूरी हो, तो प्रभु यीशु वहां पर अपने क्रूस को उठाता है और अपनी इच्छा परमेश्वर की इच्छा के लिए समर्पित कर देता है। ഇത്രയും കാലം സ്നേഹത്തോടെ നടന്ന മാതാപിതാക്കളുടെ മുമ്പിൽ, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം കൂടെ നിന്ന മാതാപിതാക്കളുടെ മുമ്പിൽ, നമ്മളെ സ്നേഹിച്ചിരുന്ന കൂട്ടുകാരുടെ മുമ്പിൽ കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യഥാർത്ഥ സത്യം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, നിത്യതയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, നാം നമ്മുടെ ഇഷ്ടത്തിന് പോകാതെ ദൈവ ഇഷ്ടത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ലോകത്തിനെതിരെ നിൽക്കുന്നതാണ് നാം എടുക്കുന്ന ക്രൂശ്. हमारा क्रूस उठाना ये होगा कि उन लोगों के प्रति, उन लोगों के सामने जो हमारे सगे संबंधी हैं, अपने हमारे माँ बाप हैं, हमारे सगे हैं, उनके सामने हम प्रभु यीशु मसीह को अपना रहे हैं और प्रभु यीशु की इच्छा के लिए अपने आप को हम समर्पित कर रहे हैं। और जब हम ऐसा करते हैं तो हम मसीह का क्रूस, अपना क्रूस उठाकर हम यीशु के पीछे हो लेते हैं। ആ ക്രൂശ് എടുക്കുന്ന ഒരു വ്യക്തി യേശു കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കും. നമ്മളിലൂടെ സ്വസ്ഥത മറ്റുള്ളവർ കാണും, നമ്മളിലൂടെ സമാധാനം മറ്റുള്ളവർ കാണും, നമ്മളിലൂടെ സുവിശേഷത്തിന്റെ വ്യാപ്തി മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. और एक ऐसा व्यक्ति जो क्रूस को उठाए है, वो मसीह यीशु के जैसे अपने जीवन को बिताएगा। यीशु उसके जीवन के जरिए परमेश्वर की शांति दिखने लगेगी और लोग चंगाई को प्राप्त करेंगे, छुटकारे को उसके जीवन के जरिए लोग प्राप्त करेंगे। നമുക്കെതിരെ നിൽക്കുന്ന മാതാപിതാക്കൾ, ഈ വിശ്വാസത്തിൽ കടന്നു വരാത്ത സഹോദരങ്ങൾ, കൂട്ടുകാർ, അവരൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് നാളെ യേശുവിനെ അറിയുവാൻ തക്കോണമിടയായി തീരും. और हर वो व्यक्ति जिन्होंने हमारा विरोध किया, हमारे सगे संबंधी, और हमारे जीवन के इस बदलाव को देखकर उनका भी एक दिन मन परिवर्तन होगा, ऐसा हम देखते हैं। നമ്മുടെ കയ്യിലല്ല ആയുധങ്ങൾ എടുക്കുന്നത്, നമ്മുടെ കയ്യിലല്ല കല്ലെടുക്കുന്നത്, നമ്മുടെ വായിലെ വാക്കുകളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ശത്രുക്കളാക്കി മാറ്റുന്നത്. हम अपने हाथों में पत्थर और तलवार को नहीं लेते, हम अपने शब्दों को परमेश्वर के वचन के रूप में उसको इस्तेमाल करते हैं। ലോകത്തിലുള്ള സകലരും അക്രമികളും അസമാധാനവും കൊണ്ടുവരുന്നത് ആയുധങ്ങളിലൂടെയാണെങ്കിൽ, നമ്മൾ കർത്താവിന് വേണ്ടി സംസാരിക്കുമ്പോൾ, സ്വർഗത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, നിത്യതയ്ക്ക് വേണ്ടി വായു തുറക്കുമ്പോൾ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വാളായി അവർക്ക് തോന്നിക്കുമ്പോൾ. और इस संसार में के लोग जब तलवार और इस हथियारों का इस्तेमाल करते हैं और उसके जरिए एक अशांति का माहौल लाते हैं, तो हम अपने वचनों के जरिए, उस सुसमाचार के जरिए जो प्रभु यीशु मसीह ने हमारे जीवन में किया, जब हम उसको जीने लगते हैं तो एक प्रकार से अशांत का एक माहौल हम देखते हैं। എന്റെ ജീവിതത്തിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. എന്റെ കുടുംബത്തിൽ ആരും തന്നെ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി. എന്റെ ഭാര്യ പോലും ഇൻ ദ ബിഗിനിങ് ഷീ വാസ് നോട്ട് വിത്ത് മീ. और जब मैं अपनी बात कहूं तो मेरी भी कहानी कुछ इसी प्रकार है
मेरे परिवार के लोगों ने मेरा साथ नहीं दिया, यहाँ तक कि मेरी पत्नी ने भी मेरा साथ नहीं दिया। എന്നാൽ ഞാൻ ഈ സുവിശേഷത്തിലേക്ക് ഉറച്ചു നിന്നപ്പോൾ യഥാർത്ഥ സത്യം ഇതാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവർ എൻ്റെ ജീവിതത്തിന്റെ माറ്റം കണ്ടു. അങ്ങനെ അവരും പിൽക്കാലത്ത് കർത്താവിലേക്ക് വരുവാനായി ഇടയായി തീർന്നു. लेकिन जब उन्होंने मेरे जीवन में बदलाव को देखा जो मसीह ने मेरे जीवन में लाया, उनका जीवन भी धीरे धीरे बदल गया। കോപിക്കുന്ന ഞാൻ കോപിക്കാതിരുന്നു, സ്നേഹിക്കാത്ത ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, സ്വാർത്ഥതയിൽ ജീവിച്ച് ഞാൻ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ട് തുടങ്ങി. ഈ ലോകത്തിന് വേണ്ടി ഓടി അധ്വാനിച്ചുകൊണ്ടിരുന്ന ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ എൻ്റെ ചുറ്റുപാടുമുള്ളവർ കാണാൻ തുടങ്ങി. जो क्रोधी मनुष्य मैं था, अब किस प्रकार मैं मुझ में से क्रोध चला गया और किस तरीके से मैं एक शांत तरीके से अपने जीवन को बिताने लगा, मुझ में से स्वार्थ जाता रहा। और जब इन प्रकार की बदलाव को उन्होंने मेरे जीवन में देखा तो उनका जीवन भी परिवर्तित हो गया। ഞാൻ കേവലം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, ഞാൻ പ്രസംഗിക്കുന്നതൊക്കെയും എൻ്റെ ജീവിതത്തിൽ സത്യമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കെതിരെ നിന്നവരുടെയൊക്കെ വായ അടയ്ക്കുവാനും ഇതിൽ സത്യമുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. क्योंकि मैं केवल प्रचार ही नहीं कर रहा था, मैं प्रचार को जी रहा था, प्रचार के अनुसार अपने जीवन को बदल रहा था। और जब लोगों ने इस बदलाव को मेरे जीवन में देखा तो उनके मुंह बंद हो गए और धीरे धीरे उनका मन बदलने लगा। ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. लूका रचित सुसमाचार उसके 14वें अध्याय में हम एक सुंदर आयत को देखते हैं। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ വാക്യത്തില് 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 26 लूका रचित सुसमाचार 14 उसके 26 में इस प्रकार लिखा है, यदि कोई मेरे पास आए और अपने पिता और माता और पत्नी और बच्चों, भाइयों और बहनों, वरन अपने प्राण को भी अप्रिय ना जाने, तो वह मेरा चेला नहीं हो सकता। 27 also. और जो कोई अपना क्रूस न उठाए और मेरे पीछे न हो ले, वह मेरा चेला नहीं हो सकता। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥ ക്രിസ്തു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. യേശു കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക. मेरे प्रिय भाइयों बहनों, ये जो जीवन है मसीह के लिए जीना है, सही में यथार्थ में उस मसीह के लिए जीना है जिसमें कष्ट है और मसीह के लिए कष्ट को सहा जाता है। കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കി അനേക വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കഷ്ടങ്ങൾ സഹിച്ച് കടന്നു വന്ന് വചനം പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ പലരും ക്രിസ്തുവിനെ അറിയുവാനിടയായി തീർന്നത്. बीते दिनों को यदि हम अपने ही जीवनों को देखें, कई लोगों ने इस वचन को, कष्ट को सहते हुए, दुख को सहते हुए इस वचन को मुझे और आपको सुनाया, जिसकी वजह से ही तो हम आज परमेश्वर के लोग हैं। നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ സ്വസ്ഥതയും സമാധാനവും ഈ സന്തോഷവും വരുമ്പോൾ, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നാം കടന്നു ചെല്ലുന്നിടത്തൊക്കെയും ഈ സുവിശേഷവും ഈ സമാധാനവും മറ്റുള്ളവർ അനുഭവിക്കുവാനിടയാവും. जब ये शांति मेरे और आपके जीवन में आती है तो जहां पर भी हम जाते हैं, जिस भी जगह में हम जाते हैं, इस शांति को, इस मेल को हम लेकर जाते हैं और उनके जीवन में भी ये शांति कार्य करने लगती है। എന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അത് കാണുവാൻ കഴിയും, നിങ്ങളുടെ ഭർത്താവിന് അത് കാണുവാൻ കഴിയും, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അത് കാണുവാൻ കഴിയും, നിങ്ങളുടെ മക്കൾക്ക് അത് കാണുവാനായിട്ട് കഴിയും. मेरे प्रियो, यदि प्रभु यीशु मसीह मेरे और आपके अंदर बसता है तो उसको हमारे घर के लोग देखने पाएंगे। हमारे पिता, हमारी माता, हमारे बच्चे, हमारे भाई बहन, हमारे सगे संबंधी सब इस मसीह की प्रेम को हमारे जीवन में देखेंगे। അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, കേവലം സുവിശേഷം പ്രസംഗിക്കുവാൻ മാത്രമല്ല, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാണ്ടക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. आज की रात ये मेरी और आपकी प्रार्थना हो जाए कि जो वचन परमेश्वर में प्रचार कर रहा हूँ, ये केवल प्रचार करने वाला नहीं, ये मेरा जीवन बन जाए, इसके आधार पर मेरा जीवन ढल जाए। ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്. there is a saying out in English, our life speaks louder than words. ഇംഗ്ലീഷിൽ ഒരു സേയിങ് പറയുന്നുണ്ട്,
നമ്മുടെ ജീവിതമാണ് നമ്മുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. अंग्रेजी में एक कहावत है जिसका अर्थ है कि हमारा जो कार्य है वो हमारे शब्दों से ज्यादा दिखता है। അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാം. और इसलिए ये लाजमी है कि हमारे जीवन से लोग सुसमाचार को सुने और देखें। എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 25, 4:25 പറയുന്നു, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലയോ. इफिसियों 4 उसके 25 में इस प्रकार लिखा है, इस कारण झूठ बोलना छोड़कर हर एक अपने पड़ोसी से सच बोले, क्योंकि हम आपस में एक दूसरे के अंग हैं। അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സമാധാനം അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത്, ഇല്ലാത്ത സമാധാനത്തെ കുറിച്ച് ഉണ്ടെന്ന് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. യഥാർത്ഥ ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ ആ പിൻബലത്തിൽ നമുക്ക് ജീവിക്കാം, അതിനായിട്ട് ഉത്സാഹിക്കാം. और इसलिए मेरे प्रियो, शांति का या मेल का ढोंग करने की हमें जरूरत नहीं है। जहां पर शांति नहीं हो सकती वहां पर शांति का ढोंग रचने की जरूरत नहीं है। हमें सच्चे दिल से उस परमेश्वर की सेवा करने की जरूरत है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ അനേകരെ കാണുന്ന വ്യക്തിയാണ്, അനേകരെ കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു കാര്യം എനിക്കറിയാം, ഈ ലോകത്തിൽ ആരുടെ ഹൃദയത്തിലാണ് സമാധാനമുള്ളതെന്ന് ചോദിച്ചാൽ ക്രിസ്തു ഉള്ളിൽ കടന്നു വന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. मेरे प्रियो, कई लोगों से मैंने बात किया है, कई लोगों को मैंने सुसमाचार सुनाया है। एक बात मैं कह सकता हूं उसके आधार पर कि वही व्यक्ति आज खुश है जिसके जीवन में मसीह यीशु अपनी शांति को भेजता है। ഒത്തിരി പണമുള്ളത് കൊണ്ട് നമുക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല. ഒത്തിരി വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകത്തില്ല. നല്ല ജോലി കിട്ടിയത് കൊണ്ട് സമാധാനം ഉണ്ടാകത്തില്ല. നമ്മുടെ കണ്ണിന് ഇഷ്ടമുള്ളതൊക്കെ കിട്ടിയത് കൊണ്ട് സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ വലിയ വലിയ വ്യക്തികളൊന്നും ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു, സെലിബ്രിറ്റീസ് ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു. കാരണം ഈ ലോകത്തിലുള്ള യാതൊന്നിനും നമുക്ക് സമാധാനം കൊണ്ടുവരുവാൻ കഴിയുകയില്ല. और इस संसार में के धन से कोई शांति को खरीद नहीं सकता। इस संसार में की आशीषों से कोई भी शांति को प्राप्त नहीं कर सकता। यदि ऐसा होता तो शायद सबसे खुश लोग वो होते जिनके पास खूब धन है, वो आत्महत्या नहीं करते और अपने जीवन को बर्बाद नहीं करते। പക്ഷെ നിങ്ങൾക്കറിയാമോ, ക്രിസ്തു ഉള്ളിൽ വന്ന ഒരു വ്യക്തി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കത്തില്ല. കാരണം ആ വ്യക്തിക്കറിയാം, എൻ്റെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഞാൻ മരിക്കുന്ന നിമിഷം നിത്യതയിലേക്ക് ഞാൻ കടക്കും. അവിടെ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ലോകത്ത് നിത്യതയിൽ അനന്ത യുഗങ്ങൾ എൻ്റെ കർത്താവിനോടുകൂടെ ഞാൻ വാഴും. हमें याद रखना है, हर एक वो व्यक्ति जो मसीह यीशु को प्राप्त करता है, उसकी शांति को प्राप्त करता है, वो कभी भी आत्महत्या का प्रयास नहीं करता, क्योंकि उसे मालूम है इस मृत्यु के परे एक जीवन है। उस अनंत जीवन में जब मैं प्रवेश करूंगा, उस खुदा से मैं मिलूंगा और उस यीशु का मैं साक्षात दर्शन करूंगा। അപ്പോൾ നമ്മൾ പഠിച്ചത് രണ്ട് കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചു, പീസ് ബ്രേക്കേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇപ്പോൾ പീസ് ഫേക്കേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പീസ് മേക്കേഴ്സിനെ കുറിച്ചാണ്. बीते सप्ताह में बताए गए उनमें से तीन में से दो बातें हमने देख लिया। हमने देखा कि किस तरीके से कुछ लोग हैं जो शांति को तोड़ते हैं और कुछ लोग ऐसे हैं जो शांति का ढोंग करते हैं। अब हम देखने जा रहे हैं उन लोगों के बारे में जो शांति को करवाते हैं या फिर मेल करवाते हैं। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഭവനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നമുണ്ടായി എന്ന് കരുതിക്കോ. ആ പ്രശ്നങ്ങളിൽ ആരാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് സമാധാനം ഉണ്ടാക്കുവാൻ? मान लीजिए किसी एक परिवार में पति पत्नी में यदि झगड़ा हो जाए तो उन दोनों में से कौन सबसे पहले उस शांति को बनाए रखने की कोशिश करना चाहिए? എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, അനേക ക്രിസ്തീയ കുടുംബങ്ങൾ ഇന്നത്തെ രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുക. आज मुझे कई सारे मसीही परिवार मुझे सुन रहे हैं। നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്തുക്കൾ, നിങ്ങൾ രണ്ടുപേരും വിശ്വാസികളാണ്, നിങ്ങൾ രണ്ടുപേരും കർത്താവിനെ അറിഞ്ഞവരാണ്. നിങ്ങളുടെ ഭവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ലയോ? और ऐसा कोई है जिसके जीवन में प्रभु यीशु मसीह को जानने के बावजूद उनके परिवार में या पति पत्नी के बीच में कोई समस्या नहीं है?
പലപ്പോഴും ആർഗ്യുമെന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? പലപ്പോഴും പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ? कई बार परिवारों में पति पत्नी में समस्याएं होती हैं और हमारे परिवारों में कई बार धन की कमी होती है और कई प्रकार की समस्याएं हमारे जीवन में होती हैं। അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ ആരാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് സമാധാനത്തിന് വേണ്ടി? और ऐसे वक्त में किसे पहले मेल करवाने की कोशिश करनी है? ഭാര്യ ഭർത്താവിനോടാണോ ആദ്യം ക്ഷമ പറയേണ്ടത്, അതോ ഭർത്താവ് ഭാര്യയോടാണോ ആദ്യം ക്ഷമ പറയേണ്ടത്? पति को अपने पत्नी से क्षमा मांगनी चाहिए या पत्नी को अपने पति से क्षमा मांगनी चाहिए? ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു തരാം. परमेश्वर के वचन से एक उदाहरण हम इस विषय में देखेंगे। നമുക്ക് മനുഷ്യന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു വിഷയം മനസ്സിലായി. ദൈവത്തോട് പാപം ചെയ്തത് മനുഷ്യനാണ്. और जब हम उत्पत्ति को पढ़ते हैं और परमेश्वर के वचन को पढ़ते हैं तो हम एक बात को समझ पाते हैं कि परमेश्वर के सामने जो पाप किया वो मनुष्य ने किया। ദൈവം പറഞ്ഞു ചെയ്യരുതെന്ന്, പക്ഷെ മനുഷ്യൻ അത് ചെയ്തു. परमेश्वर ने कहा ये नहीं करना, मनुष्य ने तो भी किया। ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ ആ ഭിന്നത വന്നു. മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. और परमेश्वर और मनुष्य के बीच में इस प्रकार दरार हुई और परमेश्वर ने मनुष्य को उस अदन के बगीचे से निकाल दिया। അതിന്റെ അർത്ഥം ഇതാണ്, ദൈവഹിതത്തിന് വിപരീതമാകാതെ ദൈവത്തിനെതിരായിട്ട് മനുഷ്യൻ ഇന്ന് ജീവിക്കുക. और उसका अर्थ ये है कि अब परमेश्वर से दूर होकर मनुष्य अपने जीवन को बिता रहा है। മനുഷ്യനും ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ആരാണെന്നറിയാമോ? പിശാചാ സന്തോഷിച്ചത്. और जब परमेश्वर से मनुष्य अलग हो गया तो सबसे ज्यादा खुश कौन होता है मालूम है? शैतान सबसे ज्यादा उसमें खुश हुआ। നിങ്ങൾ ദൈവവചനം പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്. उत्पत्ति 3 अध्याय में इन सारी बातों को हम देख सकते हैं। ദൈവത്തിൽ നിന്ന് മാറുന്ന മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത്? പിശാചിനോട് ചേർന്ന് നിത്യനരകത്തിലേക്ക് പോവുകയാണ്. परमेश्वर से जो दूर हो जाता है मनुष्य, वो परमेश्वर से दूर होकर शैतान के साथ मिल जाता है और शैतान के साथ वो नरक का भागी हो जाता है। എന്നാൽ സ്നേഹവാനായ ദൈവം മനുഷ്യന്റെ അധപ്പതനത്തിൽ, മനുഷ്യന്റെ വീഴ്ചയിൽ അവനെ കൈവിടുകയല്ല ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. लेकिन इस बात को भी हमें समझना है कि ऐसे हालात में परमेश्वर ने हमें छोड़ नहीं दिया, परमेश्वर ने हमें शैतान के अधिकार में छोड़ नहीं दिया। നമ്മുടെ ചോദ്യം ഇതായിരുന്നു, രണ്ടു വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, അത് ഭാര്യയും ഭർത്താവും ആയിക്കൊള്ളട്ടെ, ദൈവസഭയിൽ സഹോദരന്മാരോ സഹോദരിമാരോ ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, രണ്ടു വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ആരാണ് സമാധാനത്തിന് ആദ്യം സ്റ്റെപ്പ് എടുക്കേണ്ടതെന്നാണ് ചോദ്യം. हमारा प्रश्न ये था कि यदि किसी दो व्यक्ति में, चाहे वो भाई बहन हो या फिर पति पत्नी हो, यदि दो व्यक्ति में किसी प्रकार का झगड़ा हो तो उनमें से पहले किस व्यक्ति को मेल करने का प्रयास करना चाहिए? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടായപ്പോൾ 100% തെറ്റ് മനുഷ്യന്റെ ഭാഗത്താണ് എന്ന് നമുക്ക് മനസ്സിലായി. और अभी हमने पति के उस भाग में हमने देखा जब मनुष्य और परमेश्वर के बीच में झगड़ा हुआ, दूरी हुई, तो मनुष्य की गलती थी, इस बात को हमने समझा। 100% 100% മനുഷ്യന്റെ ഭാഗത്താണ് തെറ്റ്. और वहां पर हम देखते हैं 100% मनुष्य की गलती थी। ഈ പ്രശ്നത്തിൽ സമാധാനം കൊണ്ടുവരാൻ തക്കവണ്ണം ആദ്യം സ്റ്റെപ്പ് എടുത്തത് ആരാണ്? लेकिन इस समस्या में सबसे पहले मेल करवाने के लिए कौन प्रयास करता है? മനുഷ്യനല്ല സ്റ്റെപ്പ് എടുത്തത്. പിന്നെയോ അത്യുന്നതനായ ദൈവമാണ് സ്റ്റെപ്പ് എടുത്തത്. അവിടുന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. मनुष्य ने अपनी तरफ से किसी प्रकार का प्रयास नहीं किया। परमेश्वर खुद मेल करने के लिए, मनुष्यों से संगति करने के लिए परमेश्वर खुद प्रयास करता है। കാരണം എന്താണെന്നറിയാമോ? മനുഷ്യനേക്കാൾ ആത്മീയനാണ് ദൈവം. അതുകൊണ്ട് ആരാണോ കൂടുതൽ ആത്മീയതയുള്ളവൻ, ആ വ്യക്തിയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത്. और उसके पीछे कारण ये है क्योंकि परमेश्वर मनुष्य से ज्यादा आत्मिक है और जो व्यक्ति ज्यादा आत्मिक है उस व्यक्ति को चाहिए कि वो मेल करने का प्रयास करे।
അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സഹോദരി സഹോദരന്മാരുടെ മധ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ദൈവദാസന്മാരുടെ മധ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമാധാനത്തിനുള്ള പ്രവൃത്തി ആദ്യം ആരംഭിക്കേണ്ടത് നിങ്ങളിൽ ആരാണോ കൂടുതൽ ആത്മീകൻ എന്ന് പറയുന്നത് ആ വ്യക്തിയാണ്. और इसीलिए यदि दो व्यक्तियों में, परिवारों में, पति पत्नी में, भाइयों में, परमेश्वर के दासों के मध्य में यदि किसी प्रकार के समस्या उठती है, तो जो व्यक्ति ज्यादा आत्मिक है उसे मेल करवाने का पहला प्रयास करना चाहिए। പലപ്പോഴും അങ്ങനെയല്ല നമ്മുടെ ചുറ്റുപാട് നാം കാണുന്നത്. लेकिन ऐसा हम अपने चारों तरफ होते नहीं देखते। കൂടുതൽ ആത്മീയതയുള്ള വ്യക്തികൾ പ്രസംഗിക്കാനാണ് ശ്രമിക്കുന്നത്, ജീവിതത്തിലേക്ക് പ്രവൃത്തിയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ലെന്ന് കാണുവാൻ നമുക്ക് കഴിയും. जो आत्मिक कहलाए जाते हैं वो केवल प्रचार करना चाहते हैं, उसको अपने जीवन में सत्य बनाना नहीं चाहते। സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥതയോടെ ഹോണസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ എത്ര പേര് ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടോ സോറി, ഐ ആം സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്? मेरे प्रियो, मैं आपसे आज एक सवाल करना चाहता हूँ, आप में से कितने लोगों ने अपने पति या पत्नी को, भाइयों को इस प्रकार कहा है कि हाँ मुझसे गलती हुई, मैं क्षमा चाहता हूँ। അങ്ങനെ ക്ഷമ പറയണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ അവസ്ഥയിൽ ഒന്ന് താഴുവാൻ തയ്യാറാകണം, നമ്മൾ ഹംബിൾ ആകണം, ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. और यदि इस तरह से हमें क्षमा मांगनी है तो सबसे पहले हमारे जीवन में नम्रता होनी चाहिए, हलीमी होनी चाहिए। സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. हर एक व्यक्ति जो मेल करवाता है वो भाग्यवान है, आशीषित है, वो परमेश्वर के पुत्र कहलाए जाएंगे। സഹോദര സഹോദരി, നമ്മൾ ആത്മീകരാണെങ്കിൽ നാം തന്നെ താഴ്ന്നിരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സമാധാനത്തിനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ കൊണ്ടുവരണം. मेरे प्रियो, यदि हम कहते हैं कि हम आत्मिक हैं तो ये जरूरी है कि हम पहले मेल कराने का प्रयास करें, हम नम्र बने और सामने वाले व्यक्ति के सामने जाकर क्षमा मांगें। കുറ്റം 100% മറ്റേ ഭാഗത്താണെങ്കിൽ തന്നെയും അവരെക്കാൾ ആത്മീകരായി നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യണം. यदि गलती 100% सामने वाले की है तो भी हमें कोशिश करनी है, इसलिए कि हम आत्मिक हैं, हमें कोशिश करनी है कि उस व्यक्ति से हमें समझौता करें। അതാണ് ഒരു ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ മകൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത. और यही सबसे बड़ी परमेश्वर के बच्चे या परमेश्वर के पुत्र या पुत्रियां कहलाने वाले लोगों की विशेषता है। 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണെന്ന്. दूसरे कुरिन्थियों 5:20 में हम देखते हैं हम मसीह के राजदूत हैं। സ്ഥാനപതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായി മറ്റൊരു രാജ്യത്തിലേക്ക് അയക്കപ്പെടുന്നവരാണ്. राजदूत कौन होते हैं? वे व्यक्ति जो एक राज्य के द्वारा दूसरे राज्य में प्रतिनिधि के तौर पर भेजे जाते हैं। ഈ പ്രതിനിധി അല്ലെങ്കിൽ ഈ അംബാസഡർ ആണ് മറ്റു രാജ്യത്തിന്റെ മഹത്വം ഈ രാജ്യത്ത്, ഈ അന്യരാജ്യത്ത് കാണിക്കേണ്ടത്. और ये जो प्रतिनिधि है, राजदूत है, ये दूसरे राज्य में अपने देश के बारे में या फिर अपने देश को प्रतिनिधित्व करते हैं। ഈ സ്ഥാനപതിക്ക് നല്ല യോഗ്യതയില്ലെങ്കിൽ, ആ വ്യക്തി നല്ല സ്വഭാവത്തിന് ഉള്ള ആളല്ലെങ്കിൽ, ആ വ്യക്തി മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ തന്നെ ദൂഷണമായി മാറും. और यदि ये व्यक्ति एक अच्छा व्यक्ति नहीं है और सही से मेल करवाने वाला नहीं है तो ये राज्य के लिए कलंक का कारण हो जाए। അതുപോലെ തന്നെ ആണ് സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി നമ്മളെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന്റെ ദൂഷണം മൂലം അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായി നാം ജീവിക്കുന്നത് മൂലം ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ കോണം ഇടയായിത്തീരും. और इसी प्रकार प्रियो, यदि हम कहते हैं कि हम मसीह के राजदूत हैं और फिर भी हम इस प्रकार जीते हैं मानो हम उसे नहीं जानते, तो हम उसके नाम को कलंकित कर रहे हैं। ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ കുടുംബത്തില്, എൻ്റെ സഭയില്, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരുടെ മധ്യത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ കോണം എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. इन दिनों में मेरी और आपकी प्रार्थना ये हो जाए कि परमेश्वर, जहां पर भी तूने मुझे स्थापित किया है, जहां पर भी तूने मुझे रखा है, वहां पर तेरे योग्य एक पात्र मैं बन जाऊं, ऐसा होने दे।
ഞാനൊരു ചെറിയ കഥയൂടെ പറഞ്ഞ് അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. एक और कहानी मैं आपके सामने रखूंगा और 5 मिनट में मैं अपने शब्दों को विराम करूं. നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയുകയില്ല, ടെലിമക്കസ് എന്ന് പറയുന്ന ഒരു സന്യാസിയെ കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട്. टेलीबैकस, അതെ, ടെലിമക്കസ്. एक टेलीबैकस नाम का एक सन्यासी था. അദ്ദേഹം 2-ാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. और ये दूसरे शताब्दी में रोमी साम्राज्य में रहता था. സോറി, 2-ാം നൂറ്റാണ്ടല്ല, 4-ാമത്തെ നൂറ്റാണ്ടിൽ, 400 AD 400 4ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. AD 400. ടെലിമക്കസ് AD 400 ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് റോമിൽ. और BC 400. No, AD 400 after Christ. Okay. AD. हाँ, AD 400 में वो जीने वाला व्यक्ति था. ഒരിക്കൽ എന്ത് സംഭവം നടന്നത് ചോദിച്ചാൽ, റോമിൽ ഒരു വിനോദമുണ്ട്, ഗ്ലാഡിയേറ്റേഴ്സ് ഫൈറ്റ്, മല്ലയുദ്ധം നടക്കാറുണ്ട്. रोम में एक प्रकार की एक खेल है जिसको ग्लैडिएटर बोला जाता है. ഗ്ലാഡിയേറ്റർ ഫൈറ്റ് പോലത്തെ 2 വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലയുദ്ധം ചെയ്യും. അത് കണ്ടിട്ട് ഗാലറിയിൽ ഇരിക്കുന്നവരൊക്കെ സന്തോഷിക്കും. और ये जो ग्लैडिएटर्स हैं, 2 व्यक्ति, 2 शक्तिशाली व्यक्ति आपस में युद्ध करते हैं, लड़ाई करते हैं और चारों तरफ दर्शक बैठे रहते हैं और वो इस खेल का आनंद लेते हैं. ആയിരക്കണക്കിന് മനുഷ്യർ ഇത് കാണുവാൻ തക്കവണ്ണം ടിക്കറ്റ് എടുത്ത് ഈ ആംഫി തിയേറ്ററിലേക്ക് കടന്നു വരും. हजारों लोग टिकट को लेकर इस खेल को देखने के लिए उपस्थित होते हैं. ഒരു രാത്രി ടെലിമക്കസിന് ദൈവത്തിൽ നിന്ന് ഒരു ആലോചന ലഭിച്ചു, ഈ ആംഫി തിയേറ്ററിലേക്ക് കടന്നു ചെല്ലണമെന്ന്. और एक रात को ये टेलीबैकस नाम के व्यक्ति को परमेश्वर ने कहा कि इस स्थान में जहाँ पर लड़ाई होती है, कोलोसियम में तुझे जाना है. അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ആ ആംഫി തിയേറ്റർ അല്ലെങ്കിൽ ആ കൊലോസിയം നിറച്ച ആളുകൾ തിങ്ങി നിറഞ്ഞ ഗാലറികളിൽ ഇരിക്കുകയാണ്. താഴെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. और जब वो टेलीबैकस वहां पर जाता है तो वो देखता है कि चारों तरफ कोलोसियम में लोग बैठे हैं और खेल का इंतजार कर रहे हैं. അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ബൗണ്ടറീസും എല്ലാ ബാരിയേഴ്സിനെയും മാറ്റിക്കൊണ്ട് അദ്ദേഹം ഈ യുദ്ധം ചെയ്യുന്ന മല്ലന്മാരുടെ മധ്യത്തിലേക്ക് ഓടിച്ചെന്നു. और ये जो व्यक्ति हैं, सारे जितने ग्लैडिएटर सामने थे उनको अलग कर उनको हटाकर वो जो 2 ग्लैडिएटर युद्ध कर रहे थे उनके पास पहुंचता है. അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ കാലിൽ വീണിട്ട് പറഞ്ഞു, ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യരുത്. और ये व्यक्ति उनके पैरों पर गिरकर कहता है, प्रभु यीशु के नाम से मैं तुमसे याचना करता हूं कि तुम दोनों आपस में युद्ध मत करो. അവരുടെ യുദ്ധം തീരുന്നത്, അവരുടെ ആ പോരാട്ടം തീരുന്നത്, അതിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമേ ആ കളി നിർത്തത്തുള്ളൂ. और उनका जो खेल इस प्रकार है कि उनमें से कोई भी एक व्यक्ति मरता है तभी वो खेल रुकेगा. അദ്ദേഹം വീണ്ടും കരഞ്ഞു പറഞ്ഞപ്പോൾ ഈ ഗാലറിയിൽ ഇരിക്കുന്നവരൊക്കെ അക്ഷമരായിട്ട്, അവർ കളി കാണാൻ വന്നവരാണ്, അവര് പറഞ്ഞു ആ മനുഷ്യനെ കൊന്നുകളയാൻ. और जब वो इस प्रकार गिड़गिड़ाकर उनसे कह रहा था कि लड़ाई मत करो, तो चारों तरफ जो लोग थे वो चकित थे और वो चिल्लाकर कहने लगे कि इस व्यक्ति को मार दिया जाए. അതിനകത്തൊരു മല്ലൻ എന്ത് ചെയ്തു ചോദിച്ചാൽ, അവന്റെ വാള് ഈ ടെലിമക്കസിന്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി. और उनमें से एक जो व्यक्ति था, एक ग्लैडिएटर, उसने अपनी तलवार ली और उस टेलीबैकस के ऊपर उसने प्रहार किया. നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന്? ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക്, ആ ചെറിയ മനുഷ്യന്റെ നെഞ്ചിലേക്ക് വാള് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കൊലോസിയം നിശ്ചലമായി. और जैसे ही वो तलवार को उसके सीने पर घोंपा गया, जो कोलोसियम में जो लोग थे वो शांत हो गए, चुप हो गए. ഒരു സാധു സന്യാസിയുടെ നെഞ്ചിലൂടെയാണ് ആ കത്തി കയറിയത്. और एक सन्यासी, एक संत के सीने से वो जो तलवार है वो आर पार होती है. മല്ലയുദ്ധം നിർത്തുവാൻ തക്കവണ്ണം യാചിച്ച് കരഞ്ഞുകൊണ്ട് അവരുടെ കാൽക്കൽ വീണ മനുഷ്യനാണ് കത്തിക്കുത്തേറ്റ് ആ നെഞ്ചിൽ കടാര തറച്ച് താഴെ വീണ് കിടക്കുന്നത്.
और उस व्यक्ति ने जिस व्यक्ति ने कहा कि युद्ध को समाप्त कर दिया जाए, लड़ाई को नहीं लड़ा जाए, याचना करी, उसी व्यक्ति को उसी व्यक्ति के सीने पर तलवार आर पार है। മല്ലന്മാർ രണ്ടുപേരും പരസ്പരം യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുകയാണ്. और ये जो दोनों व्यक्ति ग्लेडिएटर्स आमने सामने खड़े हैं, बिना लड़ाई के वो आमने सामने खड़े हैं। ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഗ്യാലറിയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ആള് ദുഃഖത്തിൽ തല താഴ്ത്തി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. और जैसा ही इस दृश्य को देखा, वहां पर दीर्घा में बैठे हुए लोगों में से एक व्यक्ति उठता है और कोलोसम को छोड़कर चला जाता है। അരമണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഓരോരുത്തരായി അവിടെ നിന്ന് വിട്ടുപോയി. और आधे घंटे में ऐसा होता है कि एक एक व्यक्ति कोलोसम को छोड़कर उस जगह को छोड़कर चले जाता है। മല്ലന്മാർ രണ്ടുപേരും അവരുടെ വാളുകൾ താഴെ ഇട്ടു. और दोनों ग्लेडिएटर्स अपने तलवार को नीचे डाल देते हैं। നിങ്ങൾക്കറിയാമോ, അനേക നൂറ്റാണ്ടുകൾ കൊണ്ട് നിലനിന്നിരുന്ന ഗ്ലാഡിയേറ്റർ ഫൈറ്റ് എന്ന് പറഞ്ഞ ആ ക്രോധകരമായിട്ടുള്ള ആ മാരകമായിട്ടുള്ള ആ മാച്ച് അന്നത്തേത് കൊണ്ട് നിർത്തി. AD 402 അന്ന് നിന്നു. और सदियों से इस प्रकार का जो युद्ध, ग्लैडिएटर का जो फाइट चल रहा था, उस दिन से समाप्त हो जाता है। उसके बाद कभी भी इस तरीके का युद्ध या फिर इस तरीके की लड़ाई नहीं होती। ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചതാണ്, ഒരു വ്യക്തി വില കൊടുക്കുവാൻ തയ്യാറായപ്പോൾ സമാധാനം അവിടെ ഉണ്ടായി. मैं आप सबसे ये बात कहना चाह रहा हूँ कि एक व्यक्ति ने जब कीमत चुकाने के लिए तैयार हो गया, तो वहां पर एक शांति, ऐसी शांति स्थापित हुई जो बेहतर है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ നീ വില കൊടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ സമാധാനം വരും. मेरे सुनने वाले भाइयों बहनों, यदि हमारे घर में शांति नहीं है और यदि उसमें हम कीमत चुकाने के लिए तैयार हैं, तो शायद परमेश्वर हमारे घर को हमारे घर में शांति को भेजेगा। സഭയിൽ സമാധാനമില്ലെങ്കിൽ നീ ഒരാൾ വില കൊടുക്കാൻ തയ്യാറായാൽ സഭയിൽ സമാധാനം ഉണ്ടാവും. यदि कलीसिया में शांति नहीं है, यदि एक भी व्यक्ति कीमत चुकाने के लिए तैयार हो जाए, तो सभा में शांति स्थापित हो जाएगी। സമാധാനമില്ലാത്ത ലോകത്ത് സമാധാനം തന്നത് കർത്താവ് വില കൊടുത്തതുകൊണ്ട്. और इस संसार में जहाँ पर शांति बिल्कुल भी नहीं है, ऐसे संसार में जब प्रभु यीशु मसीह ने कीमत चुकाई, तो वहां पर एक प्रकार की शांति हम देख सकते हैं। സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. धन्य है वे जो मेल कराने वाले हैं, क्योंकि वे परमेश्वर के पुत्र कहलाए। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് തന്നതിനായിട്ട് സ്തോത്രം. परमेश्वर पिता, हम तेरा धन्यवाद देते हैं। इस सुंदर अनुग्रहित वक्त के लिए हम तेरा धन्यवाद देते हैं। വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഓരോരുത്തരുടെ ഹൃദയത്തെയും അങ്ങയുടെ സന്നിധിയിലേക്ക് തുറക്കണമേ. परमेश्वर, जिन्होंने तेरे वचनों को सुना है, हर एक को हम तेरे सम्मुख लाते हैं। അങ്ങയുടെ സമാധാനം ഞങ്ങൾ ഓരോരുത്തരിലൂടെയും ഈ ലോകം കാണുവാൻ, ഭവനങ്ങളിൽ സഭകളിൽ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. परमेश्वर, तेरी शांति हम हर एक व्यक्ति के जरिए हमारे घरों में, परिवारों में और कलीसिया में स्थापित होने पाए, ऐसी हमारी प्रार्थना है। ഞങ്ങളെ സമാധാനം ഉണ്ടാക്കുന്നവരാക്കി അവിടുന്ന് മാറ്റണമേ. परमेश्वर, शांति बनाने वाले हम हो जाए, मेल करवाने वाले हम हो जाए। എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. हर एक के ऊपर तेरा आशीष और अनुग्रह हम बोलते हैं। പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. तूने हमारी प्रार्थना को सुना, हम धन्यवाद देते हैं। प्रभु यीशु मसीह के नाम से इस दुआ को Pastor G, benediction also. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും യേശു കർത്താവേ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തിയതിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നടത്തിപ്പും കാവലും കരുതലും ആശ്വാസവും അടിയങ്ങൾ എല്ലാവരോടും കൂടെ ഈ ദിവസങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളോടുകൂടെ, ദൈവസഭയോടുകൂടെ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളോടും കൂടെ ക്രിസ്തു യേശുവിന്റെ വരവരെ നീക്കും